അസ്സലാമലൈക്കും. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദചാമി ഇന്നലെ മുതൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗോവിന്ദചാമി. അതായത് ഇന്നലെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടത് ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നുള്ളതാ. 2011 ഫെബ്രുവരിയിൽ സൗമ്യ എന്നൊരു പെൺകുട്ടിനെ അതിനിഷ്ഠൂരമായിട്ട് കൊന്നിട്ടുണ്ടായിരുന്ന ഒരു നാറിയായിരുന്നത്. കാരണം ഗോവിന്ദചാമി അപ്പൊ ഗോവിന്ദചാമിയെ കുറിച്ച് പറയുമ്പോ എല്ലാവർക്കും എങ്ങനെ പറയാനുള്ളത്? കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടീനെ ഒരു തീരെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അംഗപരിമിതനിക്ക് ഇത്ര ഹൈറ്റിലുള്ള മതില് ചാടിക്കിടക്ക എന്നൊക്കെ പറഞ്ഞു അതാണ് കേരളം ഇന്നലെ മുതൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജയിൽ അധികൃതർ അറിയാതെ ഈ അംഗപരിമിതം അവർ കൈ ഇല്ല ഇത്ര ഹൈറ്റിൽ 7-8 മീറ്ററുള്ള അതിന് മേലെ വൈദ്യുതി കമ്പിവേലും മറികടന്ന് പുറത്തേക്ക് ചാടാൻ ഇയാളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. 2011 ഫെബ്രുവരിയിലാണ് ഈ സൗമ്യ വധക്കേസ് സംഭവിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് കോടതി അതിന് വിചാരണ നടപടികളൊക്കെ പൂർത്തിയാക്കി ഗോവിന്ദചാമിക്കെതിരെ വധശിക്ഷക്ക് വിധിക്കുകയും ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. പക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോയി വധശിക്ഷ ലഘൂകരിച്ച് അത് ജീവപര്യന്തമാക്കി. മനസ്സിലായി? പക്ഷെ ഏറ്റവും വലിയ ചോദ്യം അവിടെയാണ് വരുന്നത്. ഗോവിന്ദചാമിയെ പോലുള്ള സുപ്രീം കോടതിയിൽ പോയിട്ട് ഇയാൾക്ക് ആ ശിക്ഷ ലഘൂകരിക്കാൻ തക്ക രീതിയിൽ ഒരു ആൾബലവും സ്വാധീനവും ഇയാൾക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അയാള് കൊടും ക്രിമിനൽ എന്നുള്ളതിന്റെ തെളിവല്ലേ? കാരണം എന്താ വെച്ചാൽ അയാൾ മാസങ്ങളോളം പട്ടിണി എടുക്കുക, ചോറ് കഴിക്കാതിരിക്കുക, വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കമ്പി തുരുമ്പിക്കാൻ വേണ്ടിട്ട് ഉപ്പിടുക. കാരണം ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും അതില് ജയിലിൽ ഇങ്ങനെ ഇയാള് മെലിഞ്ഞെന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മൾ ടിവിയിലൊക്കെ ഇയാളെ കണ്ടു. പക്ഷെ നമ്മൾ വിചാരിച്ച് ഈ പറഞ്ഞ പോലെ സുഭിക്ഷമായ ഭക്ഷണ രീതി മെനുവിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത ജയിലിലെ സുഖവാസവും സുഭിക്ഷമായ ഭക്ഷണ ക്രമീകരണങ്ങളും ഇതൊക്കെ അവർക്ക് ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന പരിചരണേ ഒരു സുഖചികിത്സയുടെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയാണെന്ന് വെച്ചു. പക്ഷെ ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങളൊക്കെ ജയിൽ ചാടി വന്ന ഇപ്പൊ കറന്റ്ലി ഗോവിന്ദചാമിയെ കാണുമ്പോൾ മെലിഞ്ഞ് ഒരു പ്രാകൃതനായി ഇങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ അതാണ് അറിയാൻ കഴിഞ്ഞത്. അത് അയാളുടെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അത്ര അയാളുടെ. ജയിലിൽ ചാടാൻ വേണ്ടിട്ട് അയാൾ 8 മാസത്തോളം ഇയാളെ ബ്രെയിൻ ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ പോലീസുകാരൊക്കെ എന്ത് നോക്കിയിരിക്കായിരുന്നു അവിടെ? ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ അതാണ് ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ. ഇതിനിപ്പോ കൃത്യമായിട്ട് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട് ഇത് ഭരണപക്ഷത്തിന്റെ പിടിപ്പുകേടാന്ന്. ഇത് UDF-ന്റെ കാലത്ത് ജയാനന്ദ് എന്ന് പറഞ്ഞ പ്രതിയും ജയിലിൽ ചാടിയിട്ടുണ്ട്. അതില് ഈ ജയിലിൽ ചാടുമ്പോ അതിനാണല്ലോ ഒരു ജയിൽ സൂപ്രണ്ടും അവിടെ ജയിലില് മതിൽ 7-8 മീറ്റർ ഉണ്ട് ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് മേലെ കമ്പിവേലി കെട്ടി വൈദ്യുതി ഏത് സമയത്തും വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കമ്പിവേലും കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടേക്കാണ് ചോദ്യം. ഇയാള് കൃത്യമായിട്ട് ജയിലിൽ ചേർന്ന സമയത്ത് പോലും വൈദ്യുതി ആ കമ്പിവേലി ഇല്ല. ഒരിക്കലും ഒന്നില്ലെങ്കിൽ അയാളെ സ്പോട്ടിൽ അവിടെ തീരും അയാള്, അല്ലെങ്കിൽ ആ രീതിയിൽ പരിക്കുകൾക്ക് ഒക്കെ ചെയ്യേണ്ടതാണ്. അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഉറപ്പാണ് അതില് വൈദ്യുതി ആ സമയത്ത് ആ കമ്പിവേലിൽ ആ ചോദ്യം മാത്രമല്ല. ഈ ജയിലിൽ ആടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശേഖരിച്ചത് പറഞ്ഞു വെക്കുന്നത് കേട്ടറിവ് വെച്ചിട്ട് റിലീസാവുന്ന പ്രതികളുടെ ഇത് ശേഖരിച്ച് വെച്ചിട്ട് അതൊക്കെ അതാണ് വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അന്ന് പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികൾ ഈ ആജീവനാന്ത കാലത്തേക്ക് ഈ ജീവപര്യന്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 12-14 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതിനിടയിൽ പരോളിന് ഇറങ്ങാം. 14-12 വർഷം കഴിഞ്ഞാൽ അവർക്ക് കുറ്റവിമുക്തരായിട്ട് പുറത്തിറങ്ങുകയും ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾ സമൂഹത്തിന് ബാധ്യതയാണ്, ഭയപ്പാടോടെയാണ്. കിട്ടിയില്ലെങ്കിൽ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗോവിന്ദചാമിയെ പിടിച്ചു എന്നുള്ളത് നമ്മൾക്കൊക്കെ ആശ്വാസമുള്ള ഒരു വാർത്തയാണ്.
ഇയാളെ സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള പിടിച്ചില്ലെങ്കിൽ എത്ര സൗമ്യന്മാരുണ്ടാവുമായിരുന്നില്ലേ? വീണ്ടും സൗമ്യന്മാര് സംഭവിക്കുമായിരുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ജയിലിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനെ ഇയാൾ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് ബിരിയാണി കിട്ടാത്തതിന് പ്രശ്നം ഉണ്ടാക്കി. ബിരിയാണി കിട്ടാത്തതിന് അവിടെ ഒക്കെ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അത്ര അല്ല ഞാൻ അവിടെ അതാണ് ഞാൻ ചോദിക്കും. അതൊക്കെ സാധാരണ ഒരു വീട്ടമ്മയാ നിനക്കകം തോന്നുന്നു. ഇതെന്താണ് ജയിലിനകത്ത് ജയിലല്ലേ? അപ്പൊ ആ ജയിലിലൊരു കുറ്റവാളി പോയിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കും. നമ്മള് ചിലരൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്നതൊക്കെ സിനിമാറ്റിക് അല്ല, സിനിമ അല്ലേ, അത് ഭാവന സൃഷ്ടിയല്ലേ എന്നൊക്കെ പറയും. ചിലതൊക്കെ ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്ക് അത് മാത്രമല്ല ജയിലിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവിടെ കഞ്ചാവ് കിട്ടും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. വിളിക്കാൻ ലഹരി വസ്തുക്കളും ഫോണും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ബിരിയാണി, മട്ടന്, ചിക്കന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തീറ്റിപ്പോറ്റുന്ന നേരം കൊണ്ട് പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ ജയിലിലുള്ള ബഹുഭൂരിപക്ഷം പേരും കൃത്യമായിട്ട് ക്രിമിനൽസ് ആണ്. അവർക്ക് കൃത്യമായിട്ട് പട്ടിണി കിടക്കാതെ ഇരിക്കാൻ വേണ്ടി അവരെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ മാത്രം മതിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ എന്ത് പണിഷ്മെന്റോ പിന്നെ അതിനകത്ത് ചെയ്ത തെറ്റ് ബോധ്യപ്പെടുന്ന രീതിയിൽ അയാളുടെ ഉള്ളിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് തോന്നുന്ന രീതിയിലുള്ള ചിലതൊക്കെ പ്രാകൃതമെന്ന് തോന്നുന്ന ചിലപ്പോഴൊക്കെ ചില സ്ഥലത്ത് പ്രാകൃതമായ ശിക്ഷ ഇങ്ങനെയുള്ള ഇവർക്ക് അത് തന്നെയാണ് വേണ്ടത്. ചെയ്തത് കണ്ടിരുന്നോ? അയാള് CCTV കണ്ടത്, അതായത് തലയിൽ ഒരു കെട്ട് വെച്ചിട്ട് അയാൾ ആ കെട്ടിന്റെ ഉള്ളിലേക്ക് കാരണം എത്രമാത്രം ബുദ്ധിമാനാന്ന് ചിന്തിച്ച് നോക്കണം. തലയിൽ ഒരു കെട്ട് വെച്ചിട്ട് ആ കെട്ടിന്റെ ഉള്ളിലേക്ക് ഈ കൈ കണ്ടു കഴിഞ്ഞാൽ അയാളെ എല്ലാരും തിരിച്ചറിയായിരുന്നു. അതൊന്നും അയാൾ ബുദ്ധിമാനാന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവൊന്നുമല്ല. കാരണം അത് ഒരു മിനിമം കോമൺ സെൻസ് ആണ്. ഇത് കവർ ചെയ്ത് വെക്കാന്നുള്ളത് അതിനേക്കായ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്. കാരണം എന്താ ജയിൽ ചാടാൻ വേണ്ടി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുപോലെ വളരെ മാസങ്ങൾക്ക് മുമ്പേ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, അതിനുവേണ്ടി ഉപ്പിടുക, പറഞ്ഞു കേട്ടിട്ട് അത് എത്രത്തോളം നിജസ്ഥിതി ഉണ്ടെന്നും അറിയില്ല. അതിൻ്റെ അകത്ത് എത്രത്തോളം അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഉപ്പ് വിതറി ആ ജയിലിലെ കമ്പി തുരുമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വിതറുക, പിന്നെ മെലിയ സ്വയം അയാളെ ശരീരം തന്നെ പീഡിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ത്യാഗം സഹിക്കുക. കണ്ണൂരിന്ന് വിയൂരിലേക്ക് മാറ്റിയെന്നാണ്. എവിടെ ആണെങ്കിൽ കൂടി ഇയാളുടെ കാരാഗൃഹവാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബിരിയാണി കിട്ടാത്തതിന് കലഹിക്കുന്ന വിധത്തിലേക്ക് പരുവപ്പെടുത്താതെ അയാൾക്ക് വേണ്ട പണിഷ്മെന്റ് കൃത്യമായിട്ടുള്ള കൊടുത്തേക്കണം. അപ്പൊ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇനിയൊരു ഗോവിന്ദസ്വാമിമാരും ജയിലിൽ ചാടാതിരിക്കട്ടെ. മറ്റൊരു സൗമ്യ വധക്കേസ് പോലുള്ള ദാരുണമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിൽ ഗോവിന്ദസ്വാമിമാർക്ക് ഒരുക്കി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സുഖലോലുപതയുടെ ഒരു കാരാഗൃഹവാസം, ആ ഒരു സമ്പ്രദായം എന്തായാലും തീർച്ചയായിട്ടും മാറ്റി എഴുതപ്പെടേണ്ടതാണ്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ശബ്ദമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് പേര് ഞങ്ങളുടെ സൗഹൃദ വലയത്തിലേക്ക് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ജയിലിലെ ഇത്തരത്തിലുള്ള സുഖവാസ ശിക്ഷാ സമ്പ്രദായ രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പലരും ഞങ്ങളുടെ സൗഹൃദ ചർച്ചാ വേളയിലൊക്കെ ഞങ്ങൾ ഇരുന്ന് സുഹൃത്തുക്കൾ പറയുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം. അപ്പം ഗോവിന്ദസ്വാമിമാരില്ലാതിരിക്കട്ടെ. വീണ്ടും 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 ആഗ്രഹിക്കുന്നു ഗോവിന്ദസ്വാമി സംഭവിക്കാതിരിക്കട്ടെ, കേരളത്തിൽ വീഴാതിരിക്കട്ടെ. ഓക്കെ, പുതിയൊരു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്.